അപ്പൊ ഇന്നത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മളെ സ്കൂളിലെ ആനുവൽ ഡേ ആട്ടോ. അപ്പൊ നമുക്ക് അഭിഷേകിനോട് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്താ അഭിഷേക് ഇവിടുത്തെ അവസ്ഥ? ഇവിടുത്തെ അവസ്ഥ നമ്മളെ 44ാമത്തെ വാർഷികോത്സവമാണ്. നമ്മളെ സ്കൂളിന്റെ ആനുവൽ ഡേ ആണ്. ഇവിടെ എന്താ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാരും കാണിച്ചു കൊടുക്കേ. ഡാൻസിനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതിൽ നടക്കുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ റിഹേഴ്സലൊക്കെ ചെയ്യുന്നവരുണ്ട്. പിന്നെ പരിപാടി നമ്മളൊരു വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മള് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റേജ് പരിപാടിയൊക്കെ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും. അവിടെ എന്തോ നമ്മളെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ അവസ്ഥ കാണിച്ചു കൊടുക്ക്. നമ്മള് സ്കൂളിന്റെ പുറത്തേക്ക് വന്നിക്കാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെ ആരും കാണാനില്ല. നമ്മളെ സ്വാതി ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മക്ക് സ്വാതിനോട് നമ്മക്ക് ചോദിച്ചു നോക്കാം. ഇന്ന് കാണിച്ചു കൊടുക്കല്ലേ, സീനാണ്. അപ്പൊ സ്വാതി എന്തൊക്കെയാ എനിക്ക് പറയാനുള്ളത് നമ്മളെ വീഡിയോയില്? ഈ വ്ളോഗൊക്കെ കാണലുണ്ട്? പിന്നെ ഞാൻ വ്ളോഗ് കാണലുണ്ട്, എല്ലാം കാണലുണ്ട്. അപ്പൊ കുറച്ച് തലറച്ച പിള്ളേരാണ്. പിന്നെ പ്രോഗ്രാമിന് കൂടിക്കണോ? അപ്പൊ ആരൊക്കെ ഉണ്ട്? എല്ലാരും ഉണ്ട്. പ്രോഗ്രാം രാത്രിയാണ്. രാത്രി. അപ്പൊ എങ്ങനെ കാര്യങ്ങള്? സ്റ്റേജിന്റെ പണിയൊന്നും ഇപ്പൊ കഴിഞ്ഞിട്ടില്ലല്ലോ. സത്യം പറയണോ? രാജു പറയും. സ്റ്റേജ് സത്യം പറഞ്ഞാല് ഞങ്ങളോട് പറഞ്ഞ അത്രയൊന്നുമില്ല. ഫുൾ ഹൈപ്പില്ലല്ലേ? ഇല്ലല്ല, തീരെ ഹൈപ്പില്ല. ഒരുമാതിരി സ്റ്റേജാണ്. പിന്നെ ഉള്ളമാതിരി പറയണല്ലേ? ഉള്ളമാതിരി പറയണം. ഒന്നും പോരാ, തള്ളരുത്. ഇല്ല, ഒന്നും പോരാ. ഇത് നല്ല മറ്റേ സ്റ്റേജ് സ്റ്റേജ് കാട്ടി കൊടുക്കും. ഇതിലേറെ സ്റ്റേജ് നമുക്ക് കാണിച്ചു കൊടുക്കാട്ടോ. പിന്നെ ഈ കാറിൽ വരുന്ന ഷാനും. അപ്പൊ നമ്മളെ എന്തിനാ ആനുവൽ ഡേ? പിന്നെ അതൊന്നല്ല, എന്തോ വിചാരിച്ചു. ഞാന് പ്രാക്ടീസിനൊന്നും പോയിട്ടില്ല. ഇനിയില്ലേ, ആർക്കും അറിയില്ല ഞാൻ ഈ ഡാൻസിന് കൂടിയിരിക്കുന്നത്. അനക്കറിയില്ല? ഇല്ല. ഇത് ഒരു സർപ്രൈസ് എൻട്രി ആണ്. അപ്പൊ ആൾക്കാരുടെ റിയാക്ഷൻ ഒക്കെ ആൽജിന് വീഡിയോ എടുക്കും, അല്ലെങ്കിൽ അഭിനർ എടുക്കും. അപ്പൊ എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഇനി സ്റ്റേജ് കാണാട്ടോ. ടീച്ചർ കണ്ടീന് ആ പ്രാക്ടീസ് ചെയ്യാൻ പോണതൊക്കെ? നീ പോകുന്ന കണ്ടിട്ടില്ല, പക്ഷെ നിന്റെ കൂട്ടുകാരന്മാരെല്ലാരും കറങ്ങി ഞാൻ കണ്ടിട്ടുണ്ട് പ്രാക്ടീസ് ഒന്നും പറഞ്ഞു. അപ്പൊ ഇപ്പൊ ടീച്ചർ ഇപ്പൊ കണ്ടപ്പോ എന്താ തോന്നുന്നത്? അതെന്താന്ന് അറിയാനാണ് ഞാൻ വെയിറ്റിംഗ്. ടീച്ചർ ഫ്രണ്ടിലുണ്ടാവില്ലേ? ഉറപ്പായും ഞാൻ ഫ്രണ്ടിലുണ്ടായിരിക്കും. ഫിറാസ് എന്ന അറബിയുടെ വരവിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അപ്പൊ ടീച്ചർ കട്ട വെയിറ്റിംഗിലാട്ടോ. ടീച്ചർ ഫ്രണ്ടിലേ കാര്യം ഉണ്ടാവുക ഉറപ്പായിട്ടും. അപ്പൊ നമ്മളെ ലക്ഷ്മി ടീച്ചറാട്ടോ, നമ്മളെ ഇംഗ്ലീഷിന്റെ ടീച്ചറിന് എന്തെങ്കിലും ഓഡിയൻസിനോട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്തെങ്കിലും രണ്ടുപേര്. അപ്പൊ നിങ്ങള് പ്രതീക്ഷിച്ചില്ല അതിലുണ്ടാവുന്നേ? ഇല്ല, നമ്മള് തീരെ പ്രതീക്ഷിച്ചില്ല. നമ്മള് പ്രാക്ടീസ് ചെയ്യാനൊന്നും കണ്ടില്ല. നമ്മള് കട്ട വെയിറ്റിംഗിലാണ്. അവിടെ 2 വാക്ക് സംസാരിക്കും. അവരെ ഒളിക്കും, എൻട്രി മാസാക്കും, നാട്ടുകാർ അന്തം വിടും. അതെ, അത്ര ടീച്ചർമാർക്ക് അറിയണം. ടീച്ചറിനെ അറിയാം. ഇപ്പൊ ലക്ഷ്മി ടീച്ചർ കാണുന്നത്. അതെ, വേറെ പാർക്കാ? പിന്നെന്താ, നമ്മള് പൈസ എറിഞ്ഞ് കളി മുത്തേ കണ്ടോ? കാണിച്ചു കൊടുക്കാം. പിന്നെ എന്താണ് ആൽജി? അപ്പൊ എന്തായിരിക്കും അറിയാളേ? ഇപ്പൊ ഒന്നും പറയാ, വെയിറ്റിംഗിലാണ്. അതെ, അപ്പൊ കാണികളെ കൂട്ടിക്കോ. അപ്പൊ ഇപ്പൊ തന്നെ അത്യാവശ്യം ക്രൗഡ് കൂടിയായിരുന്നു. സൗദിത്തെ അറബീന്റെ ഞാൻ ഇവിടുന്ന് മാറിക്കട്ടോ, അല്ലെങ്കിൽ പിന്നെയും അതേമാതിരി ആൾക്കാർ കൂടും. അപ്പൊ എന്താ ചാനൽ അറിയാലോ? അതെ അതെ, എല്ലാം അറിയാലോ. ആവശ്യമല്ല. അതെ, അഭിഷേകിന്റെ ഒരു പാട്ട് നമ്മളെ ചാനലിലേക്ക് വരുന്നതായിരിക്കില്ലേ? വൈകാതെ വൈകാതെ. അതെ, അപ്പോ ബാക്കി സ്റ്റേജിന്മേ പ്രത്യേക പ്രദർശനമൊരുക്കി തത്സമയ സംപ്രേഷണവുമായി വിവിധ ചാനലുകളിലെല്ലാം അത്തരം പരിപാടികൾ ക്രമീകരിച്ച് അങ്ങനെ ഒരു വാർഷികം നമ്മുടെ ചരിത്രത്തിൽ, ഈ 44 വർഷത്തെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഉണ്ടാവാൻ സാധ്യതയില്ല. ആ അർത്ഥത്തിൽ ഇതൊരു ചരിത്ര മുഹൂർത്തം കൂടിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കലാലയമാണിത്. 44 വർഷത്തെ നമ്മുടെ ചരിത്രം പിന്നോക്കം വരുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ പിന്തുണ നൽകുവാൻ ഈ ക്യാമ്പസിന്, ഈ കലാലയത്തിന് സാധിച്ചു എന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ നാടിന് പ്രതിഭാസമ്പന്നരായ ഒരു വലിയ സമൂഹത്തെ, വലിയൊരു വിഭാഗത്തെ സംഭാവന ചെയ്യുവാൻ നമ്മുടെ ക്യാമ്പസിന്, NSS സ്കൂളിന്, ചക്കാലക്കുത്ത് NSS സ്കൂളിന് സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനം നൽകുന്ന കാര്യമാണ്. അതിങ്ങനെ നിരന്തരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ അങ്ങനെ വലിയ 1982 കുറച്ച് അഭ്യുദയകാംക്ഷികളുടെ
ഉൽപ്പതിഷ്ണുക്കളായിട്ടുള്ള കുറച്ച് ആളുകളുടെ സമുദായ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ക്യാമ്പസ് ഉണ്ടാകണമെന്നും നമ്മുടെ കുട്ടികൾക്ക് ഈ പ്രദേശത്തുള്ള ഗ്രാമപ്രദേശത്തുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സജ്ജീകരണം ഉണ്ടാകണമെന്നുള്ള ആ ഉത്കടമായിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെയും ആ സാമൂഹ്യ ബോധത്തിൻ്റെയും ഒക്കെ ഒരു ബാക്കിപത്രം എന്നുള്ള നിലയിലാണ്, അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള നിലയിലാണ് ഒരു ചെറിയ ക്യാമ്പസ് ഇവിടെ ആരംഭിച്ചത്, ഒരു സ്കൂൾ ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച സ്കൂള് പടിപടിയായി ഉയർന്ന് വലിയ ഒരു ക്യാമ്പസായി, ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസായി മാറുകയായിരുന്നു. അക്കാദമിക രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേരുടെ വലിയ പ്രയത്നം അതിൻ്റെ പിന്നിലുണ്ട്, അർപ്പണ മനോഭാവം അതിൻ്റെ പിന്നിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ പടിപടിയായി വളർന്ന് നമ്മുടെ ഈ മനോഹരമായ കലാലയം ഇവിടെ ഇന്ന് എത്തി നിൽക്കുകയാണ്. 44ാമത് ആഘോഷത്തിലേക്ക്, വാർഷികാഘോഷം വളരെ മനോഹരമായി സംഘടിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ഈ ക്യാമ്പസ് നമ്മൾ നോക്കുന്ന സമയത്ത് ചുറ്റുവട്ടത്തൊക്കെ ലൈറ്റുകളാൽ അലങ്കൃതമാണ്, ദീപാലങ്കൃതമാണ്. ഇവിടെ ഇതാണ് നമ്മളെ ചെക്കൻ. അപ്പൊ ഇതാണ് ഫിറാസാണ് നമ്മുടെ എല്ലാം, ഫിറാസാണ് നമ്മളെ മെയിൻ ആള്. അതെ, ഫിറാസ് സീനാണ്, അത് പറയാൻ വാക്കുകളില്ല. പിന്നെ ഫിറാസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പൈസ തരും. ഇന്ന് പൈസ തരാന്ന് പറഞ്ഞു, പൈസ തന്നിട്ടുണ്ട്. ഫിറാസിന്റെ വക നമുക്ക് 500 രൂപ കിട്ടിയിട്ടുണ്ട്. ഫിറാസിന്റെ അക്കൗണ്ട് ഫിറോസ് ഗ്ലാം അല്ലെ, ഫിറോസ് ഗ്ലാം ബോട്ടില് 100 രൂപ 500 രൂപ. ഫോളോ ചെയ്ത് 5 വീഡിയോക്ക് ലൈക്കും കമന്റും ചെയ്ത് 500 സർപ്രൈസ് എൻട്രീന്റെ കാര്യം ഇവിടെ ആർക്കും അറിയില്ല. അത് സീനാക്കും, സെറ്റ് അത്രേ ഉള്ളൂ. ഇന്ന് അക്കൗണ്ട് നടക്കണം എൻസോക്സ്. അപ്പൊ എല്ലാരും അതൊക്കെ എടുത്ത് നോക്കും. എല്ലാരോടും ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പൊ എല്ലാരും എല്ലാവർക്കും സ്റ്റേജിൽ കാണാം. ഓക്കെ, കമന്റ് ഇടുക. അത് വേണ്ട കേട്ടോ, ഓക്കെ ഗൈസ്. ക്രൗഡ് കൂടാണ് ഇവിടെ. ഫിറാസിന്റെ ഫാൻസ്. അയ്യോ ഫുൾ ക്രൗഡ് ആട്ടോ. ഫിറാസിന്റെ ഫാൻസ് ക്യാമറ അങ്ങോട്ട്. ഫിറാസിന്റെ ഫാൻ ഗേൾ ആണ്. പിന്നെ അത് എന്റെ ഒപ്പം പഠിക്കുന്ന ഒരു എന്താണ് പറയാ, ഒരു ടൈപ്പ് ഓഫ് കുട്ടി. അപ്പൊ 2 വാക്ക് പറഞ്ഞ കാവേരിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാം. കാവേരിന്റെ അക്കൗണ്ട് ഫോളോ ചെയ്യാട്ടോ, എന്റെ ഫോളോയിങ് ലിസ്റ്റിൽ ഉണ്ടാവും. മാളവിക അക്കൗണ്ടിന്റെ മാളവിക. കാവേരിന്റെ ഒരു ഡാൻസിന്റെ ചാനലിലും ആണോ ഉണ്ടാവില്ലേ? ഡാൻസ് ഉണ്ട്. ഡാൻസ് എല്ലാം കളിക്കും പറയുന്നത്. ഞാൻ നല്ലോണം ഡാൻസ് കളിക്കും. എന്റെ പേര് സകലകലാ വല്ലഭായാണ് അല്ലെ, അങ്ങനെ പാട്ട്, ഡാൻസ് തുടങ്ങിയ എല്ലാത്തിലും, പാട്ട്, നാടകം എന്നീ മേഖലകളിൽ ഉന്നത വിജയം കാഴ്ചവെച്ചു. NSSന്റെ അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന കുട്ടിയാണ്. അതെ, ഇല്ല ഒന്നുമില്ല, നല്ല കുട്ടിയാണ്. അപ്പൊ എന്നെ പറ്റി ഇത്രയും കേട്ട സ്ഥിതിക്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇവിടെ അപ്പൊ ക്രൗഡ് കൂടാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് പോട്ടെ കേട്ടോ. ടീച്ചർക്ക് അറിയില്ല അതിലുണ്ടാവുന്നേ? ഇല്ല, സർപ്രൈസ് ആയില്ലേ? സർപ്രൈസ് ആണ്, പക്ഷെ ഇന്നലെ ജസ്റ്റ് ആ ഒരു സർപ്രൈസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരി, അതാണ് ഇന്നലെ നിങ്ങൾ അവിടെ പെർഫോം ചെയ്യാതിരുന്നത്. അതെ അതെ, അപ്പൊ നമ്മള് പൊളിക്കൂട്ടോ. അതെ, ഉഷാറൊക്കെ നമ്മളെ പരിപാടി. അനില ടീച്ചർ പറഞ്ഞോണ്ടാണ് ഞങ്ങൾ ഇതിൽ കൂടിയേട്ടോ. അത് സെറ്റ് ആക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് കേട്ടോ. പൈസ ടീച്ചറെ കാണികൾക്ക് കൊടുക്കാം ആണല്ലേ, നിങ്ങളെ ഡാൻസ് കാണുന്നതിന് കൊടുക്കാം. അതെ അതെ. അപ്പൊ ടീച്ചർ എന്താ നമ്മുടെ ചാനലിൽ പറയാണ്? എന്താ പറയാ, നല്ല കുട്ടികളാണ്, എന്ത് പറഞ്ഞാലും അനുസരിക്കണം, നല്ല കുട്ടികളാണ്, മിടുക്കന്മാരാണ്. ഓൾ ദ ബെസ്റ്റ്. എന്തും അനുസരിക്കും. അതെ അതെ, താങ്ക് യു. ഓക്കെ, എന്താണ് പറയാനുള്ള മൈക്ക കുത്തണം? ഇതാണ് ചോറ്. ചോറിൽ നല്ല അടിപൊളി ചിക്കൻ കറിയുണ്ട്, തൈരുണ്ട്, തൈരിൽ ഉള്ളിയുണ്ട്.
സുഗന്യ ചേച്ചി സുധീച്ചറോടെ അറബിയുടെ കൂടെ ഇന്ന് നമുക്ക് ഡിന്നർ കഴിക്കാം. ഇതൊന്നും കേൾക്കൂല. ഒച്ച പറയണോ? അങ്ങനെ ആർത്ത് പറയണം. അപ്പൊ അറബീന്റെ കൂടെ നമ്മള് ഒട്ടകത്തിന്റെ ചിക്കൻ വെച്ചിട്ടാണ് അതെ, ദുബായിൽ നമ്മൾ ഇങ്ങോട്ട് നേരിട്ട് ഇമ്പോർട്ട് ചെയ്തതാണ്. അപ്പൊ എല്ലാവരും ഇത് വന്ന് കഴിക്കാം. ഇത് ഇന്ന് രാത്രി മാത്രമേ കിട്ടുള്ളൂ. അതും ഈ അറബീന്റെ ഒപ്പം. സ്പോൺസറോടെ അവിടെ അൻഷേൻ പോയല്ലേ സ്പോൺസർ കേട്ടോ. എന്റെ നാട്ടിലോട്ട് ഫുൾ ചെലവ് കൊടുത്തെത്തിച്ച ബസിന്റെ ഉടമയായ അനീഷിന്റെ മകൻ ജിതിൻ സാർ നമ്മളെ വ്ളോഗിലൊന്നും ഉണ്ടായിരുന്നില്ല. ജിതിൻ സാറിന്റെ ഫാൻസ് ഇപ്പൊ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളിട്ടോ. സജു സാറ് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പൊ ഡിസ്റ്റർബ് ചെയ്ത് ജിതിൻ സാറ് കൈനിക്കണി വിചാരിച്ചോണ്ടാണ് മണ്ടണത് കേട്ടോ. കണ്ടോ അതാണ് വ്ളോഗിൽ നിക്കാത്ത സംശയം കേട്ടോ. നമ്മളുള്ളത് മാതിരി പറയണല്ലോ അല്ലെ. പരിപാടിയെ സംബന്ധിച്ച് എന്തെങ്കിലും സാർ രണ്ടു വാക്ക് സംസാരിക്കാം. തീർച്ചയായിട്ടും വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ അധ്യാപകരെല്ലാം തന്നെ. 44ാമത്തെ സ്കൂളിന്റെ വാർഷിക പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് അതിയായ സന്തോഷമുണ്ടെങ്കിലും നമ്മളെ മാനസികമായി ചെറിയ ഒരു വിഷമത്തിലാഴ്ത്തുന്നത് പ്രധാനപ്പെട്ട നമ്മുടെ 5 സഹപ്രവർത്തകര് ഇന്നേ ദിവസം അല്ലെങ്കിൽ ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായി റിട്ടയർഡ് ആവാണ്. അവരുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത, ഔദ്യോഗിക ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ജോലി കയറിയ റിട്ടയർ ആവുക എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ടുള്ള റിട്ടയർമെന്റ് ചടങ്ങ് ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി ഞങ്ങൾ സഹപ്രവർത്തകരെല്ലാം തന്നെ ഒന്നിച്ച് അവരുടെ കൂടെയുണ്ട്. ഈ പരിപാടി വളരെ മനോഹരമായി മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് ആളുകൾ, ഏകദേശം ഒരു 1000-ൽ കൂടുതൽ ആൾക്കാർ ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രൗണ്ടിൽ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രോഗ്രാമുകൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കേണ്ടതുണ്ട്. അത്തരം പരിപാടികൾക്ക് പിന്നെ കണ്ണും കാതും ഓർത്ത് ഞങ്ങൾ എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. സന്തോഷം. സാറ് പറഞ്ഞതിന് നന്ദി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നമ്മളെ അറബിയെ ഞാൻ മാത്രമേ ഉള്ളൂ. കൂച്ചമാരെന്ന് ഇറങ്ങിയാണ് വണ്ടി. ഒട്ടകത്തിലാണ് ഒട്ടകത്തിൽ നിർത്തി. അത്രേ ഉള്ളൂ. പരിപാടിയാണ് ഇത്. പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരേണ്ടത് സ്പോൺസറും പരിപാടി പോസിറ്റീവ് നമ്മളുണ്ടായി. പക്ഷെ പരിപാടി അത് ഇതില് പരിപാടി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതാണ്. എല്ലാവരും വരണം, കാണണം. എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മള് സ്പോൺസർ അതൊരു ഇതാണ്. ഇവിടെ നമ്മള് വേറെ ക്യാമറ ഉണ്ട് കേട്ടോ. ഇവിടെ ക്യാമറ ഇത് ചെമ്പനായതാണ്. അപ്പൊ എല്ലാവരും നമ്മളെ വീഡിയോ, നമ്മളെ ഡാൻസ് വരുന്നതായിരിക്കില്ല. അർജുന് വീഡിയോ എടുക്കാനുണ്ടോ? ഡിപ്രഷൻ കൂടുതലാട്ടോ. ഇതില് മുഖം പൊത്തിട്ട് ചെയ്യാനേ. ഇത് വ്ളോഗാണ്. സിംഹമായ ഷാബിനോട് രാവിലെ ഷൈയായി നിൽക്കട്ടെ. ചെക്കന്മാരൊക്കെ ഒരു ആവേശത്തിലാണ്. ചെക്കന്മാരൊക്കെ നല്ല എക്സൈറ്റ്മെന്റിലാണ്. മൂഞ്ചാതെ കളിച്ചാൽ മതിയായിരുന്നു. അടിച്ചിട്ടുണ്ടാവണം പരിപാടി.
ബാക്കി സ്റ്റീവിന്റെ മാരി ഉണ്ടല്ലോ ഇത് സ്റ്റീവിന്റെ ഇന്നലെ ഇറക്കിയ സാധനമാണ് വെറും 350 ഫെയർ ലവ്ലി ഇത് കാശിന്റെയാണ്, ഇത് നന്ദുവിനാണ്, ഷൂ റിയാന്റെ ആണ്, ഇത് ഷീറിന്റെയാണ്, ഇത് ഉണ്ണിക്കുട്ടിന്റെയാണ്, ഇത് പിന്നെ നമ്മളെ പാട്ടങ്ങളി മാറ്റിയാണ്, ഇത് പിന്നെ ഇതെന്നോ തന്നാണ്. ഇതും പാട്ടങ്ങളി സൂരജിന്റെ നമ്മളെ സ്വന്തം പാട്ടങ്ങാടി മാല അവള് പാട്ടങ്ങാടി മാല ഇതോ കണ്ണാടി പിന്നെ സൂരജിന്റെ കേട്ടോ. സൂരജ് മാല പിന്നെ ഒന്നും പറയില്ല പാട്ടങ്ങാടി. മൊത്തം ഔട്ട്ഫിറ്റ് റേറ്റിംഗ് എടുക്കണ ഞാൻ BMW നമ്മളെ ഡെഡ്പൂൾ നമ്മള് വണ്ടിയാണ് വണ്ടി പാർക്കിങ്ങിലാണ്. പാർക്ക് ചെയ്ത് വെച്ചിട്ടാണ്. ഇതാണ് പിന്നെ നമ്മളെ കുട്ടിയുടെ പേരെന്താ പറഞ്ഞെടുക്കുക നമ്മളെ ഒമാൻ നടത്തിയ ഊറ്റമ്പാർ നടത്തിയ സാധനമാണ്. ഞാൻ ഈ പറഞ്ഞ വാക്കും കട്ടിയാണ്. ഊറ്റമ്പാർ ക്യാമറമാൻ ഇല്ല. അതിനാ ഫോട്ടോ കൊടുക്കട്ടെ ലാസ്റ്റ്. നമുക്കറിയുള്ളൂ ഇത് അന്നേരം പിന്നെ വാങ്ങിക്കൊടുത്താണ്. ചെലവിന് അയച്ചറിഞ്ഞ പൈസ അങ്ങനെ കടായിട്ട് കൊടുത്താണ്. ചെക്കന്മാരെല്ലാം അയച്ചാണ് കൊടുത്താണ്. പിന്നെ കാത കുത്തിയാണ്ട് ശിഖണ്ഡി അതൊക്കെ തമാശക്ക് പറയുന്നത്. സീരിയസ് ആക്കി മൈക്കോടെ മച്ച മൈക്കോടെ രണ്ടാമത്തെ മൈക്കോടെ മച്ച മൈക്കോടെ ഞാനിപ്പോ ആക്കണ്ട. സ്കൂളിനെ സമർപ്പിച്ച് നിറഞ്ഞ മനസ്സോടുകൂടി സന്തോഷത്തോടുകൂടി പടിയിറങ്ങി പോകുന്ന പ്രിയപ്പെട്ടവരാണവർ. അവർ ഇനി നമ്മോട് സംസാരിക്കും. സന്നിഹിതരായിരിക്കുന്ന നമ്മുടെ കരയോഗത്തിൻ്റെ ഭാരവാഹികളായ ട്രഷറർ ശിവരാജ് സാർ, അതേപോലെ സെക്രട്ടറി മുരളി മാഷ്, Swami, oh Bhava Swami, oh Bhava Swami, oh Bhava Swami. Continue, Bhava Swami. Continue, Bhava Swami. Continue, Bhava Swami. Bhava Swami, Bhava Swami, oh Bhava Swami, oh Bhava Swami, oh Bhava Swami. मेरो मेरो നെഞ്ചിൽ തുള്ളാട്ടം ഹേ ഗോവിന്ദ
അതാരണ്ടേ ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ വീഡിയോ നമ്മള് ഫുഡൊക്കെ വന്നാണ് ബക്കീസില്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇങ്ങനത്തെ ആണെങ്കിൽ ബെല്ലൈക്കൺ നമ്മൾ പൊട്ടിക്കുക. ബൈ.